നമസ്കാരം. എല്ലാ രണ്ടാം വർഷ ഹ്യൂമാനിറ്റീസ് ട്രാവൽ ആൻഡ് ടൂറിസം വിദ്യാർത്ഥികൾക്കും ഭൂമിശാസ്ത്രം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗൺ മാറി റെഗുലർ ക്ലാസ് ആരംഭിക്കുന്നതുവരെ നമ്മുടെ ഭൂമിശാസ്ത്ര പഠനം ഇത്തരത്തിൽ ഓൺലൈൻ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ആദ്യമായി നമുക്ക് രണ്ടാം വർഷ ഭൂമിശാസ്ത്ര പഠനം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഭൂമിശാസ്ത്ര പഠനത്തിനായി രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് 2 തിയറി പുസ്തകങ്ങളാണ് നിലവിലുള്ളത്. ഒന്നാം വർഷ പഠനത്തിൽ നിന്നും വ്യത്യസ്തമായി 60 മാർക്കിനുള്ള തിയറിക്ക് പുറമെ പ്രാക്ടിക്കൽ ജോഗ്രഫി എന്നൊരു ഭാഗം കൂടി സെക്കൻഡ് ഇയറിൽ ഉണ്ടാകും. ഈ വർഷം അപ്പോൾ ഭൂമിശാസ്ത്രം 120 മാർക്കിനായിരിക്കും ഗ്രേഡ് നിശ്ചയിക്കപ്പെടുന്നത്. അതായത് 60 മാർക്ക് തിയറി പരീക്ഷ, 40 മാർക്ക് പ്രായോഗിക പരീക്ഷ പ്രാക്ടിക്കൽ പരീക്ഷ, 20 മാർക്ക് CE പരീക്ഷ എന്നിങ്ങനെ ആയിരിക്കും. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ആദ്യ ഭാഗം പാർട്ട് ഫസ്റ്റ്, 1-ാം യൂണിറ്റ്, 1-ാം ചാപ്റ്റർ ഹ്യൂമൻ ജോഗ്രഫി, നേച്ചർ ആൻഡ് സ്കോപ്പ്, അതായത് മാനവിക ഭൂമിശാസ്ത്രത്തിൻ്റെ സ്വഭാവവും വ്യാപ്തിയും പരിചയപ്പെടുന്നു. 1-ാം വർഷത്തിൽ നമ്മൾ ഭൂമിശാസ്ത്രത്തിൻ്റെ സ്വഭാവവും വ്യാപ്തിയും പരിചയപ്പെട്ടു. അതിൽ സിസ്റ്റമാറ്റിക് ഭൂമിശാസ്ത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങളായ ഭൗതിക ഭൂമിശാസ്ത്രവും ജൈവ ഭൂമിശാസ്ത്രവും മൊത്തമായും പ്രത്യേകമായും പഠിച്ചു. ഇനി അതിൽ പ്രത്യേക പഠനം ആവശ്യമായി വരുന്നത് മാനവിക ഭൂമിശാസ്ത്രമാണ്. അതിൻ്റെ അടിസ്ഥാന ആശയങ്ങളെ മൊത്തത്തിലും അവയുടെ ഇന്ത്യൻ സവിശേഷതകൾ പ്രത്യേകമായും ഈ വർഷം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് മാനവിക ഭൂമിശാസ്ത്രം എന്താണ് എന്ന് നോക്കാം. വാട്ട് ഈസ് ഹ്യൂമൻ ജോഗ്രഫി? ഹ്യൂമൻ ജോഗ്രഫി സ്റ്റഡീസ് ദി ലൊക്കേഷണൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷണൽ ആസ്പെക്ട്സ് ഓഫ് കൾച്ചറൽ ഫിനോമിന റിസൾട്ടിംഗ് ഫ്രം മാൻ നേച്ചർ റിലേഷൻഷിപ്പ്. അതായത് ഭൂമിശാസ്ത്ര പഠനത്തിൻ്റെ ലക്ഷ്യം എന്നത് ഭൂമിയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക എന്നതാണ്. എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് ഇവിടെ പരമപ്രധാനം. ഭൂമിയെ മനുഷ്യൻ്റെ വീടായി സങ്കല്പിച്ച് ഭൂമിയെ പഠനവിധേയമാക്കുക. നോക്കൂ, ഇങ്ങനെ പഠിക്കുമ്പോൾ പഠനവിധേയമാക്കപ്പെടുന്ന 2 ഘടകങ്ങൾ, 1 മനുഷ്യൻ, 2 ഭൗമ പരിസ്ഥിതി. ഇവിടെയാണ് മാനവിക ഭൂമിശാസ്ത്രം ശ്രദ്ധേയമാകുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതിന് ഭൗമ പരിസ്ഥിതിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരം ബന്ധങ്ങൾ ഭൂമിയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കാരണമാകും. ഇത്തരം മനുഷ്യനിർമ്മിതമായ മാറ്റങ്ങളെ നമുക്ക് സാംസ്കാരിക സവിശേഷതകൾ അഥവാ കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ മാനവിക ഭൂമിശാസ്ത്രം എന്നത് മനുഷ്യ പരിസ്ഥിതി ബന്ധം മുഖേന സൃഷ്ടിക്കപ്പെടുന്ന സാംസ്കാരിക സവിശേഷതകളുടെ സ്ഥാനവും വിതരണവുമാണ് പഠിക്കുന്നത്. നിങ്ങൾ സ്വന്തം ചുറ്റുപാടിൽ നിന്നും ഭൗമ ഘടകങ്ങളും ഭൗമ പരിസ്ഥിതി ഘടകങ്ങളും അതോടൊപ്പം തന്നെ മനുഷ്യ സൃഷ്ടികളും കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. ഈ പാഠഭാഗത്തിലെ 1-ാമത്തെ എക്സസൈസ് അതുതന്നെ ആയിക്കോട്ടെ. ഇനി നമുക്ക് മാനവിക ഭൂമിശാസ്ത്രത്തിൻ്റെ വിവിധ തത്വചിന്തകർ എങ്ങനെയാണ് മാനവിക ഭൂമിശാസ്ത്രത്തെ നിർവചിച്ചിരിക്കുന്നതെന്ന് നോക്കാം. അതായത് വിവിധ ഡെഫിനിഷനുകൾ. മാനവിക ഭൂമിശാസ്ത്രം എന്തൊക്കെ പഠനവിധേയമാക്കണമെന്ന് ഈ ഡെഫിനിഷൻസ് പഠിക്കുക വഴി നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടുന്നതാണ്. മാനവിക ഭൂമിശാസ്ത്രം വിവിധ ജോഗ്രഫേഴ്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. 3 ജോഗ്രഫേഴ്സിൻ്റെ ഡെഫിനിഷനാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഒന്ന് റാറ്റ്സൽ, ഒന്ന് LNC സെമ്പിൾ, അടുത്ത പോൾ വിഡൽ ഡി ബ്ലൈഷ്. ഈ 3 പേരുടെയും ഡെഫിനിഷൻസ് എന്താണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം റാറ്റ്സലിൻ്റെ ഡെഫിനിഷൻ. റാറ്റ്സലിൻ്റെ അഭിപ്രായത്തിൽ human geography is the synthetic study of relationship between human societies and earth surface. അതായത്
മാനവ സമൂഹങ്ങളും ഭൗമോപരിതലവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സമന്വിത പഠനമാണ് മാനവിക ഭൂമിശാസ്ത്രം എന്നാണ് റാറ്റ്സലിൻ്റെ അഭിപ്രായം. ഇവിടെ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന വേർഡ് സിന്തസിസ് എന്നുള്ള വേർഡാണ്, ദാറ്റ് ഈസ് സമന്വിത ഭാവം. അപ്പോൾ ഹ്യൂമൻ എലമെൻറ്റും നാച്ചുറൽ എലമെൻറ്റും തമ്മിലുള്ള സമന്വയത്തിൻ്റെ അന്തസത്തയാണ് ഹ്യൂമൻ ജോഗ്രഫി പഠിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ. രണ്ടാമത്തെ ജോഗ്രഫറുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. എലൻ സി സെമ്പിൾ. Human geography is the study of the changing relationship between the unresting man and the unstable earth. അതായത് സദാ പ്രവർത്തന നിരതമായ മനുഷ്യനും അസ്ഥിരമായ ഭൂമിയും തമ്മിൽ മാറി മാറി ഉണ്ടാകുന്ന ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് മാനവിക ഭൂമിശാസ്ത്രം എന്നാണ് എലൻ സി സെമ്പിൾ പറയുന്നത്. അവിടെ ഫോക്കസ് ചെയ്യുന്ന ആശയം എന്ന് പറയുന്നത് ഡൈനമിസം ഇൻ ദി റിലേഷൻഷിപ്പ്, അതായത് ബന്ധങ്ങളിലെ ഡൈനമിസം, അതായത് ചേഞ്ചിങ് നേച്ചർ, അതാണ് എലൻ സി സെമ്പിൾ ഫോക്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഡെഫിനിഷനിലേക്ക് പോവാം. പോൾ വിഡൽ ഡി ബ്ലേഷ്. കൺസെപ്ഷൻ റിസൾട്ടിംഗ് ഫ്രം എ മോർ സിന്തറ്റിക് നോളജ് ഓഫ് ദി ഫിസിക്കൽ ലോസ് ഗവേണിംഗ് അവർ എർത്ത് ആൻഡ് ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ലിവിങ് ബീയിങ്സ് വിച്ച് ഇൻഹാബിറ്റ് ഇറ്റ്. അതായത് നമ്മുടെ ഭൂമിയെ നിയന്ത്രിക്കുന്ന ഭൗതിക നിയമങ്ങളെക്കുറിച്ചും അതിലധിവസിക്കുന്ന ജീവജാലങ്ങളുമായുള്ള അതിൻ്റെ ബന്ധത്തെക്കുറിച്ചുള്ള കൂടുതൽ സമന്വിതമായ അറിവിൽ നിന്നും ഉരുത്തിരിയുന്ന ആശയഗ്രഹണമാണ് മാനവിക ഭൂമിശാസ്ത്രം എന്നാണ് പോൾ വിഡൽ ഡി ബ്ലേഷ് അഭിപ്രായപ്പെടുന്നത്. അതിൽ അദ്ദേഹം കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഹ്യൂമൻ ജിയോഗ്രഫി ഓഫേഴ്സ് എ ന്യൂ കൺസെപ്ഷൻ ഓഫ് ദി ഇൻ്റർറിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്. അതായത് മാനവിക ബന്ധവും അതോടൊപ്പം തന്നെ ഭൂമിയുമായിട്ടുള്ള റിലേഷനാണ് അദ്ദേഹം അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് മാനവിക ഭൂമിശാസ്ത്രത്തിൻ്റെ സ്വഭാവമാണ്, നേച്ചർ ഓഫ് ഹ്യൂമൻ ജോഗ്രഫി. നമ്മൾ മുൻപ് പരിചയപ്പെട്ട ഡെഫിനിഷൻസ് ഒക്കെയും തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. എല്ലാത്തിലും പ്രതിപാദിക്കുന്നത് ഹ്യൂമൻ നേച്ചർ ബന്ധങ്ങളാണല്ലോ. അതെ, മനുഷ്യ പരിസ്ഥിതി ബന്ധം നമുക്ക് 3 സമീപനങ്ങളിൽ കൂടി നോക്കിക്കാണാവുന്നതാണ്. ഒന്നാമത്തത് നാച്ചുറലൈസേഷൻ ഓഫ് ഹ്യൂമൻസ്, അതായത് പ്രകൃതിവൽക്കരിക്കപ്പെടുന്ന മനുഷ്യൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എൻവയോൺമെൻ്റൽ ഡിറ്റർമിനിസം. രണ്ടാമത്തെ സമീപനം മനുഷ്യവൽക്കരിക്കപ്പെടുന്ന പ്രകൃതി, അതായി പറയുന്നു, അതായത് ഹ്യൂമനൈസേഷൻ ഓഫ് നേച്ചർ അഥവാ പോസിബിളിസം. മൂന്നാമത്തേത് 2 ഘടകങ്ങൾക്കും തുല്യ പ്രാധാന്യം കൽപ്പിക്കുന്ന നിയോ ഡിറ്റർമിനിസം എന്നറിയപ്പെടുന്ന സമീപനം. ഇനി ഒന്നാമത്തെ സമീപനം നോക്കാം, അതായത് എൻവയോൺമെൻ്റൽ ഡിറ്റർമിനിസം അഥവാ നാച്ചുറലൈസേഷൻ ഓഫ് ഹ്യൂമൻസ്. ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിന് മുമ്പുള്ള മനുഷ്യവർഗം പരിസ്ഥിതിക്ക് വിധേയമാക്കപ്പെട്ട് ജീവിച്ചിരുന്നു. പരിസ്ഥിതിയുടെ വെല്ലുവിളികളെ അവൻ ഭയന്ന് കീഴ്പ്പെട്ട് സൗഹാർദ്ദമായ ജീവിതം നയിച്ചു പോന്നിരുന്ന സമയം. ഈ സമീപനം പ്രാധാന്യം കൊടുക്കുന്നത് പരിസ്ഥിതിയുടെ ഘടകങ്ങൾക്കാണ്. രണ്ടാമത്തെ സമീപനം നോക്കാം, അതായത് ഹ്യൂമനൈസേഷൻ ഓഫ് നേച്ചർ അഥവാ പോസിബിളിസം. സാങ്കേതിക വിദ്യയുടെ വികാസത്തോടെ പരിസ്ഥിതിയിൽ വിധേയമാക്കപ്പെട്ട് ജീവിച്ചിരുന്ന മനുഷ്യൻ പരിസ്ഥിതിയുടെ വെല്ലുവിളികളെ അതിജീവിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായി. മനുഷ്യമൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോസിബിളിസം എന്ന ആശയം ഇവിടേക്ക് കടന്നു വരുന്നു. മനുഷ്യന് അവൻ്റെ ബുദ്ധിയും ശക്തിയും സ്വാതന്ത്ര്യവും ഉപയോഗിച്ചുകൊണ്ട് ഭൗമ പരിസ്ഥിതിയിൽ വിവിധങ്ങളായ മാറ്റങ്ങൾ സൃഷ്ടിക്കുക. സ്വന്തം സൗകര്യവും സുഖലോലുപതയും ലാഭേച്ഛയും ലക്ഷ്യങ്ങളായി വന്നപ്പോൾ സ്വാഭാവിക പരിസ്ഥിതിയിൽ അതുപോലെ തന്നെ ഭൗമോപരിതലത്തിലും പല വിധത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഇത് ക്ഷണിച്ചു വരുത്തുന്നതിന് കാരണമാകുന്നു. ഇവിടെയാണ് പുതിയ ഒരു ചിന്താധാരയുമായി
ഗ്രിഫ്ത് ടൈലർ എന്ന ഭൗമശാസ്ത്രജ്ഞൻ കടന്നു വരുന്നത്. അത് നിയോ ഡിറ്റർമിനിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭൗമ പരിസ്ഥിതിക്കും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ചിന്താധാരയാണ് നിയോ ഡിറ്റർമിനിസം. ഭൂമിയിലെ പാരിസ്ഥിതിക മാനുഷിക വിഭവങ്ങൾ പരസ്പരം സൗഹാർദ്ദമായി മുന്നോട്ടു പോകേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം പ്രത്യേകം ഈ സിദ്ധാന്തത്തിൽ കൂടി എടുത്തു പറയുന്നു. പരിസ്ഥിതി മനുഷ്യനു കൂടി അവകാശപ്പെട്ടതാണ് എന്നുവച്ച് അവയെ അമിതമായുള്ള ചൂഷണത്തിന് വിധേയമാക്കരുത് എന്നും അദ്ദേഹം ഈ സിദ്ധാന്തത്തിൽ ഊന്നി പറയുന്നുണ്ട്. പാരിസ്ഥിതിക ഘടകങ്ങളെ വലിയ രീതിയിൽ മുഖവിലക്കെടുത്ത് മനുഷ്യ പ്രവർത്തനങ്ങൾ സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകതയാണ് അദ്ദേഹം നിയോ ഡിറ്റർമിനിസത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇന്ന് പഠിച്ച ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിച്ച ഭാഗങ്ങൾ മാനവിക ഭൂമിശാസ്ത്രം അഥവാ ഹ്യൂമൻ ജോഗ്രഫി എന്താണ്, എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് എന്ന കാര്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം ഭൗമോപരിതലത്തിലെ ഭൗതിക സവിശേഷതകൾ എന്തൊക്കെയാണ്, സാംസ്കാരിക സവിശേഷതകൾ എന്തൊക്കെയാണ്, അവ എങ്ങനെയാണ് ഹ്യൂമൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം വിവിധ തത്വചിന്തകരുടെ മാനവിക ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള നിർവചനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കി. പിന്നെ നമ്മൾ നോക്കിയത് മാനവിക ഭൂമിശാസ്ത്രത്തിൻ്റെ സമീപനങ്ങൾ ഏതെല്ലാമാണ് സമീപനങ്ങൾ, ആ സമീപനങ്ങൾ മാനവിക ഭൂമിശാസ്ത്രവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് 3 പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒന്നാമത്തെ പ്രവർത്തനം ഭൗമോപരിതലത്തിലെ ഭൗതിക സാംസ്കാരിക സവിശേഷതകൾ നിരീക്ഷിച്ച്, സ്വന്തം ചുറ്റുപാടിൽ നിന്നും നിരീക്ഷിച്ച് അവ പട്ടിക രൂപത്തിൽ ക്രമപ്പെടുത്തണം, നോട്ട്ബുക്കിലോ ആക്ടിവിറ്റി ബുക്കിലോ. രണ്ടാമത്തെ ആക്ടിവിറ്റി മാനവിക ഭൂമിശാസ്ത്രത്തിൻ്റെ വിവിധ ശാസ്ത്രകാരന്മാരുടെ നിർവചനങ്ങൾ അവരുടെ ചിത്രം സഹിതം ആക്ടിവിറ്റി ബുക്കിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ ആക്ടിവിറ്റി മാനവിക ഭൂമിശാസ്ത്രത്തിൻ്റെ വിവിധ സമീപനങ്ങളെ വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ആക്ടിവിറ്റി ബുക്കിൽ രേഖപ്പെടുത്തുക, ഉദാഹരണ സഹിതം രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട് ആക്ടിവിറ്റി ബുക്കിൽ. അത് രേഖപ്പെടുത്തി പഠിച്ച ഭാഗങ്ങൾ എല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.